നല്ലൊരു മണമൊക്കെയാണ് ചിക്കൻ ഫ്രൈയുടെ. സാധാരണ ഉള്ള മാതിരിയല്ല, നല്ല വ്യത്യാസമുള്ള മസാലയാണ്. ബാക്കി ഞാൻ കഴിച്ചിട്ട് പറയാം. അതുപോലെ തന്നെ വേറെ ഒന്നും നമ്മൾ അങ്ങനെ നിങ്ങൾ പെരട്ടി കൊണ്ടുവരും ചിക്കനൊക്കെ മസാല ഇട്ട് കൊണ്ടുവരും. അപ്പൊ നല്ല അതിന് പിടിച്ചോളം ചെയ്യും അല്ലേ? അപ്പൊ രാവിലെ തുടങ്ങണ്ടേ പണികളൊക്കെ? രാവിലെ മാവാട്ടാനും രാവിലെ തുടങ്ങും. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ദോശ കഴിക്കാൻ കാരണം ഒരാളും ചിലപ്പോൾ സ്പെഷ്യൽ മേടിച്ചു പോകും. നല്ലൊരു മണമാണ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ. ബീഫ് കറി തട്ടാം ഇതിലേക്ക്. കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ജോലി പോയപ്പോ തന്നെയാണ് ഇങ്ങനെ ഒരു ആലോചന. ജോലി പോയി അവിടെ റെസിഗ്നേഷൻ കൊടുത്ത ആ ടൈമില് പിന്നെ എന്ത് ചെയ്യണോന്ന് ഞാനിങ്ങനെ തിങ്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഇത് വേണോ എന്നുള്ളൊരു തോട്ടുന്നു. അപ്പൊ അമ്മയാണ് പറഞ്ഞത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നോക്കാം എന്നുള്ളൊരു പ്ലാനിൽ തുടങ്ങിയതാണ്. ഇപ്പൊ ദൈവസഹായിച്ച് ഇതുവരെ എത്തി. പിന്നെ സ്വന്തമായിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് നമുക്ക് റിസൾട്ട് വരുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലാണ്. ഇത് ചാക്ക ബൈപ്പാസ് നേരെ പോകുന്നതാണ് കോവളം കന്യാകുമാരി. നമ്മുടെ ബൈപ്പാസ് റോഡിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ തട്ടുകട. രഞ്ജു ആണ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചേച്ചി ഞങ്ങളെ കടയിൽ വന്ന് ഒരു വീഡിയോ എടുക്കുമെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ ലൊക്കേഷനൊക്കെ മേടിച്ച് ഇവിടെ വന്നു. പൊന്നൂസ് എന്നാണ് തട്ടുകടയുടെ പേര്. രഞ്ജു ഭയങ്കര ബോൾഡായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണ് കേട്ടോ. അവൾ 26-ാമത്തെ വയസ്സിലാണ് ഹസ്ബൻഡ് മരണപ്പെടുന്നത്. ഒരു മോളുണ്ട്. മോളെയൊക്കെ വളർത്തി വേറെ പല തരങ്ങളിൽ ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് നിൽക്കുമായിരുന്നു. അപ്പം അവിടെ നിന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട്, ജോലിയുടെ പ്രശ്നങ്ങളും എറണാകുളം തിരുവനന്തപുരം യാത്രയും ഒക്കെ അവൾക്ക് ബുദ്ധിമുട്ടായി. ആ ജോലി ലീവൊന്നും ഇല്ലാതെ അങ്ങനെ കളയേണ്ടി വന്നു, നഷ്ടപ്പെട്ടു പോകേണ്ടി വന്നു. ആ സമയത്ത് എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടല്ലോ. നമുക്കിപ്പോൾ കൂടെ വരെ ആളുണ്ടെങ്കിലാണ് സപ്പോർട്ട്. ആ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ഏൺ ചെയ്യണം, കുട്ടിയെ വളർത്തണം, വീട്ടുകാര്യങ്ങൾ നടത്തണം, സകലതും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു തട്ടുകട തുടങ്ങുന്നത്. 2 മാസമായിട്ടുള്ളൂ. നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. എല്ലാം വീട്ടിലെ പോലെ നമ്മളൊന്നും മസാല ഒന്നും ആഡ് ചെയ്യില്ല. നമ്മുടെ വീട്ടിൽ എന്താണോ പറഞ്ഞ കൊച്ചിനുള്ള ഭക്ഷണം ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഞങ്ങൾ എല്ലാരും കഴിക്കുക രാത്രി ഉള്ളത് ഇവിടെ തന്നെ. പിന്നെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും അങ്ങനെ ഇപ്പൊ ഒന്നും ഉണ്ടാക്കണ്ട. എല്ലാം ഇവിടുത്തെ നമ്മൾ കഴിക്കുന്നത് അവരും കഴിക്കട്ടെ അങ്ങനെ. പിന്നെ ഭയങ്കര വലിയ ക്വാണ്ടിറ്റി അല്ല, ഞാൻ നല്ല ക്വാളിറ്റി കൊടുക്കണം എന്ന് മൈൻഡിൽ നേരത്തെ തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. ബീഫൊക്കെ ഇത്ര തന്നെ ആളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ പാത്രമൊക്കെ മാറ്റി ഇച്ചിരി വലിയ പാത്രമാക്കാം. പിന്നെ ചിക്കൻ ഉണ്ട്, ചിക്കൻ കറിയായിട്ട് എല്ലാം പെരട്ടാണ്. ആ ചിക്കനും പെരട്ടാണ്. ചിക്കൻ പെരട്ടും ഉണ്ട്, ഇത് ബീഫ് ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ ദോശ, പുട്ട്, സാമ്പാർ, ചമ്മന്തി, മുളക് ചട്നി, രസവട, പപ്പടം, ഓംലെറ്റ്, കട്ടൻ ചായ. ഞാൻ അമ്മയെ വിളിച്ച് ചോദിക്കും പഠിക്കണ്ടോന്നൊക്കെ കേട്ടാ. ഈ കട ഇപ്പം നമ്മൾ ഷോറൂം വന്നിട്ട് 4 മാസമായിട്ട് കട നമ്മൾ ചേച്ചിയെ കാണുന്നുണ്ട്. നമ്മൾ ലേറ്റായിട്ട് പോകുമ്പോൾ മിക്ക ദിവസം ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല ഫുഡാണ്, നല്ല അഭിപ്രായമാണ്. ഞങ്ങളും ഫസ്റ്റൊക്കെ ഇവിടെ നിന്ന് വരാറില്ലായിരുന്നു, അങ്ങോട്ടേക്ക് പോയി കഴിച്ചിട്ടുണ്ട്. അപ്പം ഒരു വൺ ഡേ പുള്ളി നമ്മുടെ ഷഹബാസിൻ്റെ പയ്യനാണ് ചേട്ടാ ഒരു ദിവസം ഇവിടെ നിന്ന് കഴിച്ചു നോക്കുന്നത്. അങ്ങനെയാണ് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് പിന്നെ ഞങ്ങളിപ്പോൾ വീക്കിലി ഒരു 3 to 4 days ഇവിടെ നിന്ന് സ്ഥിരം കഴിക്കണം. ഞങ്ങളിപ്പോൾ 2 പെണ്ണുങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ആളുകളുടെയൊക്കെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? ഒരു 99% ആൾക്കാർ സപ്പോർട്ടാണ്. അപ്പൊ നമ്മൾ 2 പേര് ഉള്ളത് കൊണ്ട് കഴിക്കാൻ വരുന്നവർ തന്നെ തിരക്ക് കൂടുന്നതിനനുസരിച്ച് അവരെ ഹെൽപ്പ് ചെയ്ത് തരും. അവര് വിളമ്പി കഴിക്കും, അല്ലെങ്കിൽ പാർസൽ കൊടുക്കാനുണ്ടെങ്കിൽ അവര് തന്നെ ഹെൽപ്പ് ചെയ്ത് പാർസൽ കൊടുത്ത് വിടും. എത്ര മണിക്കാണ് നിങ്ങൾ ഇവിടെ തുറക്കണേ? 5:30 ആകുമ്പോൾ ഞങ്ങള് കട തുറക്കും. 6-6:30 ആകുമ്പോഴത്തേക്ക് ദോശ റെഡിയാവും. അങ്ങനെ. ഇനി അടച്ചിട്ട് പോണതോ? അടച്ചിട്ട് പോണത് ഒരു 10:30-ക്ക് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് തുടങ്ങും. അതിനുശേഷം വരുന്നവർക്ക് ഫുഡ് നമ്മൾ ഇവിടെ കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അന്വേഷിച്ച് വരുന്ന ആളുകൾ വരുന്നവരുണ്ട്. ഒരു 11-11:15 വരെയൊക്കെ കിട്ടാണ്ട് വരുമ്പോ ഇവിടെ ഒരു പ്രതീക്ഷയിൽ വരുമ്പോ ഇവിടെ ഫുഡ് ഉണ്ടാവും. പിന്നെ ഞായറാഴ്ച ദിവസം ഉണ്ടോ? സൺഡേ ഉണ്ട്, സാറ്റർഡേ ഇല്ല. സാറ്റർഡേ അവധിയാണ്, സൺഡേ ഉണ്ട്. സൺഡേ ഇവിടുത്തെ ഒരു കടകളും ഇല്ല. അപ്പൊ ഇത് പ്രതീക്ഷ വരുന്നവരുണ്ടാവും. ആ ഒരു കൺസെപ്റ്റ് ആണ് വെച്ചത്. ദോശ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു കുറ്റി പുട്ടാണ് മേടിച്ചത് കേട്ടോ. പുട്ടിൻ്റെ കൂടെ നല്ല ബീഫുണ്ട്. പിന്നെ ബീഫ് പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നുറുക്കിയിട്ടുള്ള ചിക്കനും ഉണ്ട്. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇതാണ് ബീഫ് എന്ന് വിചാരിച്ചു. കണ്ടോ, ചെറിയ പീസാക്കിയിട്ടുള്ള ചിക്കനും ഉണ്ട്. ഭയങ്കര ചൂട്. പുട്ടും പിന്നെ ദോശയൊക്കെ അവരിവിടെ വന്നിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. പക്ഷെ കറികളെല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരും. ചിക്കൻ ഫ്രൈ മാത്രം ഇവിടെ വറക്കും, അതിനുള്ള സൗകര്യമേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഓരോരുത്തർ വരുന്ന അനുസരിച്ചിട്ട് ചൂടാക്കി കൊടുക്കും. നമുക്ക് ബീഫ് കറി തട്ടാം ഇതിലേക്ക്. കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ഇവിടെ ബീഫ് ഉണ്ടാക്കണം, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണ മണം അടിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞേ ഭയങ്കര അടിപൊളിയെന്ന് തോന്നണമെന്ന്.
ഉപ്പ് ഒരു മാറ്റമില്ല. ഞാൻ പറഞ്ഞില്ലേ നമുക്കിങ്ങനെ നമ്മളും അടുക്കളയിൽ പണിയുന്നല്ലേ, ചില സാധനങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് എനിക്കത് തോന്നും, സൂപ്പറായിരിക്കും തോന്നും. അത് ഇതുവരെ അങ്ങനെ മാറ്റം വന്നിട്ടില്ല. ഇഡിലൻ ബീഫ് ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റുള്ള ബീഫ് കേട്ടോ. എനിക്ക് എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രഞ്ജു ബീഫ് കഴിക്കൂല, അപ്പോൾ ഉപ്പും എരിവും ഒന്നും നോക്കാൻ പറ്റില്ല. എന്നിട്ടാണ് ഇത്രയും ടേസ്റ്റിൽ ഇത് ഉണ്ടാക്കണതേ. അതൊരു അതിശയല്ലേ. നമുക്കിപ്പോൾ കഴിച്ചു നോക്കണ ആളുകളെ സംബന്ധിച്ച്, അത് കഴിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് അറിയാം ഇങ്ങനെയൊക്കെയാണോ ടേസ്റ്റ്. ഇത് കഴിച്ചിട്ടില്ലാത്തവർക്ക് ആ ടേസ്റ്റിൽ വെക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമല്ലേ. അപ്പം ഇത് ചിക്കൻ ഫ്രൈ ആണ്. ഇവിടുത്തെ ചിക്കൻ ഫ്രൈയുടെയും മസാല കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ. കണ്ട ആദ്യം വറുത്ത് കോരുമ്പോഴേ ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പം ഇത് ഹാഫ് പ്ലേറ്റ് ആണ് ഇപ്പം നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു പ്ലേറ്റ് 60 രൂപയാണേ. ഇപ്പം ദോശ പുട്ടൊക്കെ അതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ, ചപ്പാത്തിയൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഇനി വേണ്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ആ വറുത്തപ്പോൾ തന്നെ അതിൻ്റെ മണം അടിച്ചപ്പോൾ മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ദോശ കഴിക്കാൻ കയറുന്ന ഒരാളും ചിലപ്പോൾ സ്പെഷ്യൽ മേടിച്ച് പോകും. നല്ലൊരു മണമാണ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ. അവർ തന്നെ ഉണ്ടാക്കണ മസാലയൊക്കെയാണ്. രഞ്ജുവിൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ ഇങ്ങനെ തട്ടുകടയിലൊക്കെ ഷെഫായിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പെട്ടെന്നൊരു അപകടത്തിലാണ് മരിക്കണത് ആൾ. കുഞ്ഞു മോളൊക്കെയാണ് അന്ന്. ഇപ്പോൾ 10 വർഷമായി ആൾ മരിച്ചിട്ട്. അപ്പോൾ ആ കുട്ടിയെ വളർത്തി അവളെ വിദ്യാഭ്യാസം എല്ലാം പുള്ളിക്കാരി ഇങ്ങനെ ഓരോ സ്ഥലത്ത് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെ എത്തിയത്. അപ്പോൾ ഇപ്പോൾ കുഞ്ഞ് അടുത്ത വർഷം എൻ്റെ മോൻ്റെ പരിവാണ്. അടുത്ത വർഷം 10ാം ക്ലാസ് എഴുതാൻ പോണതാണ്. അവളും ഇവിടെ ഉണ്ട്, അമ്മയും ഇവരെല്ലാവരും കൂടിയാണ്, അച്ഛൻ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇതുവരെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാമെങ്കിൽ. ചിലയിടത്തൊക്കെ ഞാൻ പറയും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ വിശപ്പ് അതവിടെ നിൽക്കട്ടെ, നമുക്ക് എവിടെ നിന്നും കഴിക്കാം അല്ലേ. പക്ഷെ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അവരൊരു 4-5 പേരുടെ വയറ് നിറയണത് ഇതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹവും സഹായവും ഒക്കെയാണ്. പറ്റുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ചിക്കനും കൂടെ ഉണ്ട് നമുക്ക്. ചിക്കൻ എന്താ ഒരു പെരട്ട് പരുവം. ഇതാണെങ്കിൽ 100 രൂപയാട്ടോ. ബീഫ് നമ്മൾ നേരത്തെ കാണിച്ചത് 120 പൈസ പറയാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചിക്കൻ. എല്ലാത്തിൻ്റെയും ആ മസാല ഒരു പ്രത്യേക സ്വാദാണ്. ഇവിടെ ആണെങ്കിൽ രഞ്ജുവും അമ്മയും മാത്രമാണല്ലോ കൂടുതൽ സമയം കടയിലുണ്ടാവുക. അപ്പോൾ ഈ കഴിക്കാൻ വരുന്ന ആളുകൾ അവർ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പോൾ അവർ ചായ അടിക്കും, ചിലർ വന്ന് ദോശ പാഴ്സൽ പൊതിഞ്ഞു കൊടുക്കും, കഴിക്കും. അവരും കഴിക്കാൻ വന്നവരാണ്, പക്ഷേ പാഴ്സലുകാരിങ്ങനെ നിൽക്കുവാണെങ്കിൽ അത് പൊതിഞ്ഞു കൊടുക്കും, വിളമ്പി കൊടുക്കും, ഒക്കെ ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട 3 പിള്ളേർ, അവർ ഞങ്ങളെ യൂണിവേഴ്സിറ്റിയിൽ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ MSW വിദ്യാർത്ഥികളാണ്, 2ാം വർഷം. അവരുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് അവരിവിടത്തുകാരൊന്നുമല്ല, ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് താമസിക്കുക കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ അവരെല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ വരും. ഇപ്പോൾ രഞ്ജുവിൻ്റെ സ്റ്റോറിയൊക്കെ അറിയണമുണ്ടാവും. അവർ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് അവർ ഈ സമയത്ത് ഫ്രീ ആണല്ലോ, അവരുടെ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയമല്ലേ വൈകുന്നേരം, ഇവിടെ ഹെൽപ്പ് ചെയ്തേച്ചും പോകും. അപ്പോൾ ആ പിള്ളേരും ഉണ്ടെന്ന് നമ്മളെ കൂടെ. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷം. കാരണം കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഒക്കെ പുതിയ തലമുറയിലെ ആളുകൾക്കും ഉണ്ടല്ലോ. വലിയൊരു സന്തോഷം. വീണ്ടും ഞാൻ പറയുന്നു, നന്നായിട്ടൊന്ന് പറ്റിയാൽ സപ്പോർട്ട് ചെയ്യണം. അറിയാലോ, ഒരു 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉത്തരവാദിത്തം ഉണ്ടാവും. പ്രത്യേകിച്ച് അച്ഛനില്ലാതെയൊക്കെ വളർത്തുമ്പോൾ ഇനി അങ്ങോട്ട് അവളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കത് അത്രയും അറിയാം. ഞാൻ ആ സ്റ്റേജിൽ കൂടെ പോകുന്ന ഒരാളാണ്. കാരണം എൻ്റെ മോനും 9ാം ക്ലാസ്സിൻ്റെ പരീക്ഷ തുടങ്ങാൻ പോവുക. അടുത്ത 10ാം ക്ലാസ്സിലൊക്കെയാണ് അവരെ ഹയർ സ്റ്റഡീസ്. അതൊക്കെ നമുക്ക് തന്നെ അറിയില്ല. ഇപ്പോഴത്തെ പിള്ളേർ എന്തൊക്കെയാണ് ആലോചിച്ച് വെച്ചിരിക്കുന്നത്, ഏത് മേഖലയിലാണ് പോകുമെന്നും അറിയില്ല. പക്ഷെ എങ്ങനെയായാലും കൊച്ചുങ്ങൾക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ. നമുക്ക് അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് ഏതച്ഛൻ്റെയും അമ്മയുടെയും ഒരു ഉത്തരവാദിത്തമാണ്. ഞാനെന്തായാലും ഇനി ഇടയ്ക്ക് വരും, വീഡിയോ എടുക്കാനായിട്ടല്ല, അല്ലാതെ തന്നെ എനിക്കങ്ങനെ ഭയങ്കര എൻ്റെ ഒരു അനിയത്തിമാതിരിയൊക്കെ ഒരു അടുപ്പം തോന്നി രഞ്ജുവിൻ്റെ അടുത്ത് ഇടപെട്ടപ്പോൾ, വർത്താനം പറഞ്ഞപ്പോൾ. ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഒരു മെസ്സേജ് മാത്രമേ എനിക്ക് അയച്ചിട്ടുള്ളൂ. ഞാൻ ഇവിടെ എത്തുന്നത് വരെ രഞ്ജുവിൻ്റെ ഒരു സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ കൂടെ ഉണ്ടാവും ഇനി അങ്ങോട്ട് മുന്നോട്ടേക്കുള്ള യാത്രയിൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കും. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാവിധ ആശംസകളും അടിപൊളിയായിട്ട് പോട്ടെട്ടാ. കാരണം നിങ്ങളെ ഫുഡ് നല്ലതാണ്, അതുകൊണ്ട് ആരും ഇവിടെ ഒന്ന് കഴിച്ചവരാരും പിന്നെ വരാതിരിക്കൂല. ഇനി എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോട്ടാ. അതാ വേണം, നമുക്ക് സെറ്റ് ചെയ്യണ്ടേ. ഓട്ടം ഉണ്ട്, പക്ഷെ ഞാൻ നീ ഭയങ്കര സ്ട്രോങ് ആന്നൊക്കെ പറഞ്ഞ് വീഡിയോയിൽ പറഞ്ഞു വെച്ചിരിക്കുക. എന്നെയും കൂടെ കരയിപ്പിക്കരുത്.